നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ ജോർജിന്റെ US യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച കേന്ദ്രം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അമേരിക്കയിലെ ലോക പ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ. സർവകലാശാല പ്രഭാഷണത്തിന് മന്ത്രിയെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തോട് യാത്രാനുമതി തേടിയിരുന്നു. എന്നാൽ മന്ത്രിയുടെ US യാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചുകൊണ്ടാണ് പ്രഭാഷണത്തിനുള്ള അവസരം കേന്ദ്ര സർക്കാർ തടഞ്ഞത്. 3 ആഴ്ച മുമ്പാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പോകാനായി മന്ത്രി കേന്ദ്രത്തോട് അനുമതി തേടിയത്. എന്നാൽ അനുമതി നിഷേധിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്വകാര്യ ആരോഗ്യ ഗവേഷണ സർവകലാശാലയാണ് ജോൺസ് ഹോപ്കിൻസ്. ജീവനെടുത്ത് വൺവേ തെറ്റിച്ച് വന്ന KSRTC ബസ്. തിരുവനന്തപുരത്ത് യുവാവിന് ദാരുണാന്ത്യം. പള്ളിപ്പുറം ബിസ്മി മൻസിലിന് ആഷിഖാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ബൈക്കും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. അർദ്ധരാത്രി 1 മണിയോടെ പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്തായിരുന്നു അപകടം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വൺവേ തെറ്റിച്ചാണ് ബസ് വന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മംഗലപുരം പോലീസ് കേസെടുത്തു. 4 വയസ്സുകാരന്റെ മരണം. നടപടിയെടുത്ത് 13-ാം ദിവസം പിൻവലിച്ചു. ആനക്കൂട്ടിലെ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ റദ്ദാക്കി. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 4 വയസ്സുകാരന്റെ അപകട മരണത്തെ തുടർന്ന് നടപടി നേരിട്ട 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. 4 പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടാണ് തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചത്. നടപടിയെടുത്ത 13-ാം ദിവസമാണ് നടപടി പിൻവലിച്ചത്. 4 വയസ്സുകാരന്റെ മരണത്തിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുത്തത്. മനുഷ്യ വന്യജീവി സംഘർഷം കൂടിവരുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ കുറവ് പരിഗണിച്ച് സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. ചികിത്സയിലായിരുന്ന 42-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. വാളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. മരുന്ന് നൽകിയിട്ട് അസുഖം മാറുന്നില്ല. നിപ്പ ലക്ഷണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ആരോഗ്യവകുപ്പ് സ്ഥിതി നിരീക്ഷിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ. കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു. കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡറുമായ കൊടും കുറ്റവാളി അബ്ദുൾ റൌഫ് അസർ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടു. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ലോഞ്ച് പാഡുകളും ആസ്ഥാനവും ലക്ഷ്യമിട്ട് ഇന്ത്യൻ മിസൈലുകൾ നടത്തിയ ആക്രമണത്തിലാണ് വധിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ റൌഫ് അസർ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ എന്നിവയിലെ സുപ്രീം കമാൻഡറും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഇളയ സഹോദരനുമാണ് റൌഫ്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബഹളമുണ്ടാക്കി. നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കൊല്ലത്ത് ആഡംബര ഹോട്ടൽ വെച്ച് സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം വിളിച്ചതിന് പിടിയിലായ നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. അഞ്ചാലുമൂട് പോലീസാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യം സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുകാരെയും വിനായകൻ ചീത്ത വിളിച്ചു. 4 മണിക്കൂറിന് ശേഷമാണ് വിനായകനെ ഒടുവിൽ വിട്ടയച്ചത്. സിനിമാ ചിത്രീകരണത്തിന്റെ ആവശ്യത്തിനായിരുന്നു വിനായകൻ കൊല്ലത്തെത്തിയത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി വിശ്രമിക്കുന്നതിനിടെ വിനായകന്റെ മാനേജർ മദ്യപിച്ച് ബഹളം വെച്ചു. ഇത് ചോദിക്കാനാണ് നടൻ വിനായകൻ ഇടപെട്ടത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടെ ഹോട്ടലിലെത്തിയ സ്ത്രീകളും കുട്ടികളും കേൾക്കെ അസഭ്യവർഷം തുടർന്നു. ഹോട്ടലുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. KPCC പുനഃസംഘടനയിൽ ആന്റോ ആന്റണിക്ക് അതൃപ്തി. മുതിർന്ന നേതാക്കളുടെ എതിർപ്പാണ് ആന്റോ ആന്റണിക്ക് വിനയായത്. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കം ആന്റോ ആന്റണിയെ എതിർക്കുകയും ഇക്കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സണ്ണി ജോസഫിന്റെ പേര് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. പുനഃസംഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ മാറ്റമടക്കമുള്ള പാക്കേജായിട്ടാണ് വേണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് വൈകിട്ടാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പുതിയ KPCC പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. പൊട്ടിക്കരഞ്ഞ് പാക് MP താഹിർ ഇക്ബാൽ. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ് പാകിസ്ഥാൻ MP താഹിർ ഇക്ബാൽ. ദൈവം പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു പൊട്ടിക്കരച്ചിൽ. ഞങ്ങൾ പാപികളാണ്, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ, ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരച്ചിൽ. നേരത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു താഹിർ ഇക്ബാൽ, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്കാകുലരാണ്. ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. മാത്രമല്ല, പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങളെല്ലാം ഇന്ത്യ വേരോടെ പിഴുതുകളയുന്ന സാഹചര്യമാണ് നിലവിൽ. കിളിമാനൂരിൽ വേടന്റെ പ്രോഗ്രാമിനിടയിൽ അപകടം. LED ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. ആറ്റിങ്ങൽ കോരോണി ഇടക്കോട് സ്വദേശി ലിജു ഗോപിനാഥാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. LED ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടയിലാണ് ടെക്നീഷ്യന് ഷോക്കേറ്റത്. വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം നടന്നത്. ഉടൻ തന്നെ കിളിമാനൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിൽ തീരുമാനമായി. വിവാദങ്ങൾക്കിടെ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചു. നിലവിലെ അധ്യക്ഷനായിരുന്ന K സുധാകരൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെത്തി. അടൂർ പ്രകാശാണ് UDF കൺവീനർ. PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതിനിടെയാണ് സണ്ണി ജോസഫിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്.